എന്താ ബ്രോ ഭാവി പരിപാടി? പണ്ടത്തെ പോലെ ഫുട്ബോൾ കളിച്ച് നടക്കാൻ പറ്റും തോന്നുന്നില്ലേ? ശരിയാ, നിനക്ക് അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ വീഡിയോ ഇട്ട് ജീവിച്ചിരിക്കാം. അപ്പം ഞാൻ എന്താ കാട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചെയ്യാം, 2025 നമുക്ക് എന്തെങ്കിലും പുതിയ പരിപാടി കാണും. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ച് ഞാൻ ദുബായിലോട്ട് പോയാണെന്ന് അറിയിക്കുന്നത്. എല്ലാ പിള്ളേർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത്. എൻ്റെ പൊന്നളിയാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കല്ല, തിരൂർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പിള്ളേരെ കൊണ്ട് നടക്കും. ശരിയാണ്, പണ്ടത്തെ സിവിൽ എഞ്ചിനീയറിംഗ് പോലെയാണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ശരിയാ ബ്രോ, ഞാനിപ്പോൾ കണ്ടതിൽ ഒരു 10 ആളെ പരിചയപ്പെടുത്തണമെങ്കിൽ 5 ആളും ബികോം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ MBA കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ സ്കില്ലുള്ളവർക്ക് മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു കൂടുതൽ സ്കോപ്പുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സോ വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു സ്പെസിഫിക് നീഷയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് എന്താ കാര്യം? പിന്നെ 2025 ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെക്കാട്ടിയും കൂടുതൽ സ്കോപ്പ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്ന ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും അതേപോലെ നോർമൽ ഗൂഗിൾ ആഡ്സും മെറ്റ ആഡ്സിലൊന്നും വലിയ സ്കോപ്പില്ല. അത് ക്യാഷ് പോകുന്നല്ലാതെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ എൻ്റെ പൊന്നളിയാ, വെറുതെ കോഴികളൊക്കെ വന്നിട്ട് ഈ ലവ് ചിഹ്നം ഹേർഡ് ചിഹ്നം ഇടുക എന്നല്ലാതെ ഒരു ബിസിനസ് നടക്കുന്നില്ല. വെച്ച് പരസ്യം ചെയ്തിട്ട്. അപ്പോൾ 2025 ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ജോബിൽ വരുന്നത് ഡാറ്റാ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് ജോബ്സ് ആണ്. ഡാറ്റ അനലിറ്റിക്സ് ജോബ്സ് ഒരു ധാരണയുണ്ട്, ഇത് IT സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എന്നാണ്. പക്ഷേ ഇത് മെയിനായിട്ട് ഇതിൽ വരുന്നത് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അതേപോലെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും MIS റിപ്പോർട്ടിങ്ങിനുമാണ്. അപ്പോൾ ഫൈനാൻസ് പഠിച്ചവർക്കും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഡാറ്റ അനലിറ്റിക്സിൻ്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫീൽഡാണ്. അയ്യോ മെസ്സി ബ്രോ, ഈ വർഷം എന്തെങ്കിലും പുതിയ കോഴ്സുകൾ പഠിച്ചെടുത്തിട്ട് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ നിന്ന് ഫാദർ ആണെങ്കിൽ ഏത് നേരത്തും പണിക്കോണില്ലേ പന്തളിച്ചാൽ നടത്താൽ മതിയെന്നുണ്ട്. പക്ഷെ ഒന്നിനാണ്